സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാന്റെ ബോഡി സ്കാൻ ചെയ്യുന്ന സീനിൽ പീറ്റർ പാർക്കറിന്റെ സ്പൈൻ അഥവാ നട്ടെല്ല് വളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാകാം പീറ്റർ പാർക്കറിന്റെ സ്പൈന് വളഞ്ഞിരിക്കുന്നത്? സ്റ്റാർക്ക് ടെക്നോളജിയിൽ നിർമ്മിച്ച സ്യൂട്ട് ഒന്നുമല്ല ഇപ്പോൾ പീറ്റർ പാർക്കർ ധരിക്കുന്നത്. പകരം അവൻ തന്നെ നിർമ്മിച്ചെടുത്ത നോർമൽ സ്പൈഡർമാൻ സ്യൂട്ടാണ്. ടോണി സ്റ്റാർക്ക് നിർമ്മിച്ചു കൊടുത്ത സ്പൈഡർമാൻ സ്യൂട്ടുകളെ പോലെ അത്ര പവർഫുള്ളോ ഡ്യൂറബിളോ ഒന്നുമല്ല പീറ്റർ പാർക്കർ സ്വയം നിർമ്മിച്ച സ്പൈഡർമാൻ സ്യൂട്ടുകൾ. 4 വർഷങ്ങളായിട്ട് വില്ലന്മാരോടും ക്രിമിനൽസിനോടും ഒക്കെ പോരാടി ഒരുപാട് ഇഞ്ചുറീസ് ഒക്കെ പീറ്റർ പാർക്കറിന് സംഭവിച്ചിട്ടുണ്ടാകാം. വലിയ ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചാൽ പീറ്റർ പാർക്കറിന് ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ പോകാൻ പോലും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അങ്ങനെ ചികിത്സിക്കാൻ സാധിക്കാത്ത ആ ഇഞ്ചുറീസ് ഒക്കെ പീറ്റർ പാർക്കറിന്റെ ബോഡിയിൽ വലിയ ഡാമേജുകളായി മാറിയതിന്റെ ഒരു ലക്ഷണമാകാം പീറ്റർ പാർക്കറിന്റെ നട്ടെല്ല് വളഞ്ഞിരിക്കാൻ കാരണം. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാല് 4 വർഷങ്ങളായിട്ട് പീറ്റർ പാർക്കർ തന്റെ ഫ്രണ്ട്സ് ആയ നെഡിനെയും MJയും അവരെ നിരന്തരം നിരീക്ഷിക്കുകയാണ്. തുടർച്ചയായിട്ട് അവരെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാകാം പീറ്റർ പാർക്കറിന്റെ സ്പൈന് വളഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പീറ്റർ പാർക്കർ മറ്റൊരു മ്യൂട്ടേഷൻ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. അവന്റെ DNA മ്യൂട്ടേറ്റ് ചെയ്ത് അവൻ ഒരു സ്പൈഡറായി മാറിയേക്കാം. പീറ്റർ പാർക്കർ മാൻ സ്പൈഡർ ആകുമെന്നതിന്റെ സൂചന കൂടിയാകാം അവന്റെ സ്പൈൻ വളഞ്ഞിരിക്കാൻ കാരണം.